നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏട്ടത്തി അവിടുത്തെ അമ്മയെ വിളിച്ച് ഫോണിലൂടെ സംസാരിക്കുന്ന കാര്യം ഞാൻ കേട്ടു. അപ്പോഴാ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. കുറച്ച് ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമാണ്. എന്ത് പ്രശ്നം? നീ പറയുന്നതൊക്കെ സത്യമാണോ? അതെ ചേച്ചി, ഞാൻ എന്തിനാ നോണ പറയേണ്ട ആവശ്യം? അവരമ്മയും മോളും കൂടെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് എന്റെ പേടി. ചേച്ചി, ഇതിനെത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണം. ഇല്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ശ്രീയേട്ടനോട് പറയണോ? ഏയ് വേണ്ട വേണ്ട, നീ ഇപ്പൊ അവിടെ ആരോടും പറയണ്ട. എന്താ വേണ്ടെന്ന് നോക്കി ഞാൻ ചെയ്തോളാം. ശരി ചേച്ചി. നന്ദു പറഞ്ഞ കാര്യങ്ങൾ പുറത്തെറിഞ്ഞ രണ്ടു കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ടാവും. ആരും അറിയാതെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം. ഗിരി, തിരക്കിലാണോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കേൾക്കാനാണെങ്കിൽ ഞാൻ പറയുന്നില്ല. ഈ ലാപ്ടോപ്പ് ഒക്കെ മടക്കി വെച്ച് നല്ല ശ്രദ്ധയോടെ കേൾക്കുവാണെങ്കിൽ പറയാം. മുഴുവൻ ശ്രദ്ധയും തന്നിരിക്കുന്നു. ഇനി പറഞ്ഞു. ആ ലാപ്ടോപ്പ് ഇങ്ങനെ തന്നേ. അതിങ്ങ് തന്നേ. എന്താ സുമി? ഗിരി ഇനി മുതൽ അങ്കിൾ എന്ന് പറഞ്ഞ വിളി കേൾക്കാനായിട്ട് തയ്യാറാവേണ്ടി വരും. സുമി എന്തൊക്കെയാ ഈ പാതിരാത്രി പറയുന്നേ? മനുഷ്യനെ കളിയാക്കണോ? അയ്യോ അല്ല, പറയുന്നത് ഗിരിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ നടക്കാൻ പോവാത്ത കാരണം എന്റെ തടി കൂടി എന്നല്ലേ നീ ഉദ്ദേശിച്ചത്? സുമി, ബോഡി ഷേമിംഗ് നടത്തിയിട്ട് ചുമ്മാ ചിരിക്കുന്നോ? നീ കളിയാക്കാതെ പോയേ. മനുഷ്യൻ ഇവിടെ 100 കൂട്ടം പണി ബാക്കിയിരിക്കുമ്പോഴാണ് നിന്റെ ഒരു തമാശ. എന്റെ പൊന്ന് ഗിരി, ഞാൻ പറയാൻ ഉദ്ദേശിച്ച അതൊന്നും അല്ല. ഇന്ന് വരെ ആകാശിന്റെ മക്കളല്ലേ ഗിരി അങ്കിളേന്ന് വിളിച്ചോണ്ടിരുന്നത്. എന്നാ ഈ കുടുംബത്തിനകത്തുനിന്ന് തന്നെ അങ്ങനെ വിളിക്കാൻ ഒരാള് വരുന്നു. എന്റെ ഗിരി ഒരു വല്യമ്മാവനാവാൻ പോന്നൂന്ന്. സനു പ്രഗ്നന്റ് ആണ്. യെസ്, വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് സനുവിന് പ്രഗ്നൻസിയുടെ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്ന്. ഇന്ന് അവർ ഏകദേശം ഉറപ്പിച്ച മട്ട. വൗ, ഗ്രേറ്റ് ന്യൂസ്. അല്ല, ഞാനേ സനുവിനെ ഒന്ന് വിളിക്കട്ടെ. അയ്യോ, അതൊക്കെ പിന്നെ. അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ വിവരം ഇവിടെ സനു അമ്മയുടെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയാണെങ്കിൽ ആരോടും പറഞ്ഞിട്ടുമില്ല. ഒരുപക്ഷെ ടെസ്റ്റ് നടത്തിയിട്ട് കൺഫേം ആയിട്ട് പറയാനായിരിക്കും. ഈ സന്തോഷ വാർത്ത അറിയുമ്പോ നമ്മുടെ അച്ഛമ്മയ്ക്കുണ്ടാവുന്ന ഒരു സന്തോഷം എന്താണെന്നറിയോ? അതൊന്ന് കാണു തന്നെയാ, അല്ലേ ഗിരി? പിന്നല്ലാതെ. ഇങ്ങ് വന്നേ, ഇപ്പൊ തന്നെ നമുക്ക് പോയി പറഞ്ഞേക്കാം. ഒന്നേ, അങ്ങനെ വെറുതെ പോയി പറഞ്ഞാ പോരാ. ഒരു ചെറിയ സസ്പെൻസ് ഒക്കെ വേണ്ടേ അവതരിപ്പിക്കാനായിട്ട്? മനസ്സിലായോ? മനസ്സിലായി. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം സുമിത ചന്ദ്രൻ. ഇതല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് താമസിക്കാൻ കൊടുത്തിരുന്നു. അവര് വീട് നശിപ്പിക്കുമെന്ന് തോന്നിയത് ഇറക്കി വിട്ടു. അമേരിക്കക്കാരൻ മുമ്പ് വീടിന്റെ സ്ഥലത്തിന്റെയും കാര്യം അന്വേഷിച്ച് വിളിക്കുമായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് കുറേയായി. അയാൾക്ക് വീടും വേണ്ട, സ്ഥലവും വേണ്ടാതായെന്ന് തോന്നുന്നു. മക്കള് വീട് വൃത്തിയാക്കി സൂക്ഷിച്ചാൽ മാത്രം മതി. വാടകയൊന്നും തരണ്ട. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ? അയ്യോ മോനെ, എന്താ ഇത്? വിഷ്ണുട്ട, വാടക കൊടുക്കണം. ഇപ്പൊ തൽക്കാലം അതൊരു കടമായിട്ട് മനസ്സിൽ എഴുതിയിട്ടാ മതി. ആ, നിങ്ങളുടെ മനസ്സിന്റെ തൃപ്തി അങ്ങനെയാണെങ്കിൽ അങ്ങനെ. മുറ്റമൊക്കെ ഞാൻ തൂത്തിട്ടിട്ടുണ്ട്. അകത്തെ അവസ്ഥ എന്താന്നറിയില്ല. എനിക്കിന്ന് റേഷൻ കട വരെ പോണം. ഇന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ മാസത്തെ റേഷൻ കിട്ടില്ല. ഞാൻ പോയിട്ട് കുറച്ചു കഴിഞ്ഞ് വരാം. അടിക്കാനോ തുടയ്ക്കാനോ ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് ചെയ്തോളാം. ഇവൻ ഇവിടെ നിൽക്കട്ടെ ഒരു സഹായത്തിന്. ആ
അമ്മ ആ. ഇവിടെ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് ആരും വേണ്ട. ഇവൻ വരും റേഷൻ വാങ്ങാനായിട്ട്. ആശാനെ എടാ, നമ്മൾ ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. പെണ്ണുങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്താ പിന്നെ അത് എക്കാലത്തേക്ക് അവർക്ക് തന്നെ നമ്മളതങ്ങ് പതിച്ചു കൊടുക്കും. ഈ മുറ്റടിക്കുന്നതും പാത്രം കഴുകുന്ന അടക്കമുള്ള ജോലികളായി പറയുന്നേ, മനസ്സിലായോ? എടാ, അതൊക്കെ നമ്മൾ ആണുങ്ങൾക്കും ചെയ്യാവുന്ന തന്നെയാ. ചുരുങ്ങിയ പക്ഷെ അവർക്ക് വയ്യാത്തപ്പോഴെങ്കിലും നമ്മളത് ചെയ്തു കൊടുക്കണം. ഇതൊന്നും നമ്മൾ കാണാഞ്ഞിട്ടല്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് നമ്മൾ നടിച്ചു കളയും. ഇതൊക്കെയാണ് വീട്ടിലെ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യം. അവരത് തുറന്നു പറയുന്നില്ലെന്നുള്ളൂ കേട്ടാ. വിജിലയൊന്നും ഞാൻ കുറ്റം പറയില്ലടാ. അവളുടെ കാര്യത്തിൽ ചെയ്യാനുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും നീ തന്നെ നിറവേറ്റണം. പിന്നെ എന്റെ പിന്നാലെ ഇങ്ങനെ നടന്നാ പോരാ. ആശാൻ ഡേ, ഇതുപോലെ ആരോഗ്യമുള്ളവരാണ് വീട്ടിലുള്ളപ്പോഴേ പ്രായമുള്ള അമ്മയെ റേഷൻ കടയിലേക്ക് വിടാൻ പാടില്ല. മനസ്സിലാവണ്ട നിനക്ക്? ചെൽ. ഭാഗ്യം ചെയ്തവരാ മോനെ നിന്റെ അമ്മ. എന്നിട്ടും അവരത് തിരിച്ചറിയുന്നില്ലല്ലോ. അമ്മ പോയിട്ട് വാ. വാമേ ആശാനെ. കുടുംബനാഥന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം പഠിച്ചു അല്ലേ? ആ, ഓരോ നിമിഷം ഓരോ പാഠങ്ങളല്ലേ. വിഷ്ണുട്ടന് വീട് ഇഷ്ടപ്പെട്ടോ? ആ, ഇന്നലെ രാത്രി ഉറങ്ങിയ സ്ഥലത്തിന്റെ അത്ര പോരാ. വാ വിഷ്ണുട്ട, നമുക്ക് വീടൊന്ന് കാണാം. പുറമേന്ന് കണ്ടാ തന്നെ അറിയാം. ചെറുതാണെങ്കിലേ നല്ല ഐശ്വര്യമുള്ള വീടാ. ഈ വീട് നമുക്ക് ഐശ്വര്യ കൊണ്ടുവരും. പോവാം. പോവാടി. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, ഏ? ദേ ഒരു പാറ്റ. അയ്യോ, ഏ? വിഷ്ണുവിന്റെ ദേ അവിടെ ഒരു പാറ്റ. എവിടെ? ദേ അവിടെ പാറ്റ. അതിനെ ഓടിച്ചു വിട്. വിഷ്ണുട്ടോ, ആ പാറ്റ പോയോ? ആ, പോയി. പക്ഷേ അവിടെ ഉണ്ട്. കണ്ട അയ്യോ, എന്താ പോവാനോ? ഇയാളോടല്ല അതിനോട് പറഞ്ഞത്. അതൊരു പല്ലിയല്ലേ, ദിനോസറൊന്നും അല്ലല്ലോ. എനിക്ക് പേടിയാ. ഡിനോസറിന് എനിക്ക് ഒരു പേടിയില്ല. എന്റെ അമ്മേ, സമാധാനായിട്ട് കിടക്കങ്ങോട്ട്. എന്റെ ശാലിനി, ഞാനെങ്ങനെ നിലത്ത് കിടക്കുന്ന സമയത്ത് അതെങ്ങനെ നിലത്ത് വീണാലോ? അനു ഇപ്പൊ എന്ത് ചെയ്യണമെന്ന്? ഇന്ന് ഒരു ദിവസം, ഒരു ദിവസത്തേക്ക് ബെഡില് ഞാൻ. ശരി, എന്നാ കിടന്നോ. എന്റെ ദേവി. വിഷ്ണുട്ടോ, അതിനെ ഓടിക്ക്. വിഷ്ണുണ്ടോ? പോയി. എന്നാലും എവിടെ എവിടെ പോയി? അല്ല, പോയി പോയി അവിടെ ഉണ്ടായിരുന്ന പിന്നെ പെട്ടെന്ന് കളിപ്പിച്ചതല്ലേ? അല്ല, പിന്നെ ഇത്രയും മുതൽ പാറ്റനെ പേടിക്കുന്ന വെച്ചാ. പിന്നെ വിഷ്ണുട്ടനെ വലിയ പേടിയല്ലേ? എവിടുന്ന്? എനിക്ക് വലിയൊന്നും പേടിയില്ല. ഞാനന്ന് വലിയ പേടിയെന്ന് അഭിനയിച്ചതാ ഇയാളുടെ കൂടെ ബെഡിൽ കിടക്കാനായിട്ടേ. വീട് വിഷ്ണുട്ടാ. വിടാ, ഒരു കാര്യം പറയട്ടെ. ശാലിനി,
എനിക്കിപ്പോ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഉം. നമ്മുടെ ബെഡ്റൂം നിറച്ചും പാറ്റകളായിരിക്കണേന്ന്. എന്തു വിഷ്ണുവേട്ടാ? ആ ദേ മോളുണർന്നു. ചെല്ല്. അപ്പൊ ഈ കിളിക്കൂടിന് പിന്നിൽ ഇങ്ങനത്തെയൊക്കെ കഥകളുണ്ടല്ലേ? അച്ചടാ മോളു, എന്റെ പാർക്കുട്ടി ഉറങ്ങിയില്ലേ? എന്തേ എന്താ ഇവിടെ ബഹളം? മോളുണർന്നു വിഷ്ണുവേട്ടാ. ആരവിടെ ബഹളം ഉണ്ടാക്കണേ? പാർക്കുട്ടി വാ. എന്താടി? അവളെ നല്ല കളിക്കാനുള്ള മൂഡിലാന്നാ തോന്നുന്നത്. ആ നടക്കട്ടെ അച്ഛന്റെ പാർക്കുട്ടി. ഓ എന്റെ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാരും നമ്മൾ വന്നതിന്റെ സന്തോഷത്തില. അതൊരു നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തിട്ട് പോകാൻ എളുപ്പമാ. അതിന് മനസ്സ് തോന്നിയില്ല. ഞാൻ കരുതി സച്ചേട്ടൻ ദേഷ്യത്തിലായിരിക്കും. ദേഷ്യപ്പെടാനൊന്നുമില്ലല്ലോ. സ്നേഹിക്കുന്നവരുടെ താല്പര്യത്തിന് നമ്മൾ എപ്പോഴും പരിഗണന കൊടുക്കണം. അതവരെ ബഹുമാനിക്കുന്നതിനും തിരിച്ച് സ്നേഹിക്കുന്നതിനും തുല്യമാണ്. ഇത്രയും വിശാലമായ മനസ്സുണ്ടല്ലേ സച്ചേട്ടന്? എനിക്ക് വിശാലമായ മനസ്സാണോന്നൊന്നും അറിയില്ല അർച്ചന. പലപ്പോഴും സ്നേഹിക്കുന്നവരെ സങ്കടപ്പെടുത്താനും അവരോട് നോ പറയാനും എനിക്ക് കഴിയില്ല. അത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടാ എല്ലാവരും പറയാറ്. സ്നേഹം ഒരു വീക്ക്നെസ് അല്ല സച്ചേട്ടാ, അതൊരു ക്വാളിറ്റിയാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സ്നേഹം അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ല കാര്യം. നമ്മുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് ഒരുപാട് സങ്കടപ്പെടുത്തും. താൻ പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. സ്നേഹം, ആ വാക്കാണ് എന്നെ അലോസരപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ മനസ്സിലെ വിഷമം പറഞ്ഞു. മോളെ, അതെ, ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് ഒരു ചെറിയ കാര്യത്തിനാണ്. ചെറുതാണോ വലുതാണോ എന്ന് ചോദിച്ചാ ഞങ്ങളെ സംബന്ധിച്ച് അത് വലുതാണ്. എന്താ ഞങ്ങൾ ചിന്തിക്കാത്തൊരു ബന്ധവാ മോനിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. നാട്ടുംപുറത്തെ ഒരു സാധാരണ സ്കൂൾ മാഷിന് ആഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറം സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര ഭാഗ്യമാണ് നെല്ലിശ്ശേരിയിലെ മകനെ ഒരു മരുമകനായി കിട്ടിയത്. വലിയ ആർഭാടത്തോടെ ഞങ്ങളുടെ മോടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് പണമോ സ്വത്തോ ഒന്നുമല്ല വേണ്ടത്. നല്ല മനസ്സുള്ള സൽസ്വഭാവിയായ ഒരു ഭർത്താവിനെ ഞങ്ങളുടെ മകൾക്ക് കിട്ടി. ഇതിൽ പരൊരു സന്തോഷവും സമാധാനവും വേറെയില്ല. എന്റെ പൊന്നു മാഷെ വെറുതെ കാട് കയറണ്ട. ഞങ്ങളിതാ ഇത് തരാനാ വന്നത്. ഒരു ചെറിയ മാലയാ, മോനിത് വാങ്ങണം. ഇതിപ്പോ എന്തിനാ? എനിക്ക് വേണ്ട. ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. മോനെ അങ്ങനെ പറയരുത്. ഞങ്ങളെ വളരെ ആഗ്രഹിച്ച് വാങ്ങിയതാ. കല്യാണത്തിനോ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന്റെ സങ്കടം ഉള്ളിൽ കിടപ്പുണ്ട്. മോനിത് വാങ്ങണം. വേണ്ടെന്ന് മാത്രം പറയരുത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ ജീവിച്ചു പോയവരാ ഞങ്ങള്. അതിൻ്റെതായ പരിമിതികളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. മോന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോ ഈ സമ്മാനം ഒന്നുമല്ല എന്നറിയാം. അയ്യോ അച്ഛാ, ഇങ്ങനെയൊന്നും പറയരുത്. അത് വാങ്ങിക്ക് സച്ചേട്ടാ. അച്ഛനും അമ്മയും സ്നേഹത്തോടെ തരുന്നല്ലേ. സന്തോഷമായി മോനെ. ആ കമലേ, എനിക്ക് കടുപ്പത്തിലൊരു കാര്യം. അതിപ്പോഴല്ലേ കുടിച്ചത്? നീ ഇങ്ങോട്ട് വന്നേ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീദേവി, എന്റെ മോളെ തിരിച്ചു കിട്ടാൻ ഞാൻ എന്ത് പൂജകളാ ചെയ്യേണ്ടത്? പറ ശ്രീദേവി. ദേ, നിനക്കതൊക്കെ അറിയാവുന്നതല്ലേ? ശ്രീദേവി, എന്നോടൊന്ന് പറഞ്ഞു താ ശ്രീദേവി. ശ്രീദേവി, ഞാൻ എന്ത് പൂജകൾ വേണമെങ്കിലും ചെയ്യാം. ശ്രീദേവി, എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. ശ്രീദേവി, ഏത് ദൈവം ശ്രീദേവി എന്റെ സങ്കടം കണ്ട കണ്ണു തുറക്കുന്നത്? ഏത് ക്ഷേത്രനടയിലേക്കാ ശ്രീദേവി ഞാൻ ഓടേണ്ടത്? ശ്രീദേവി, എനിക്കത് പറയുതാ ശ്രീദേവി. നമ്മുടെ മോളെ നമുക്ക് തിരിച്ചു കിട്ടും കാഞ്ചനെ. ദൈവം അത്രയ്ക്ക് ക്രൂരത കാണിക്കില്ല. അവളൊരു ചെറിയ കുട്ടിയ. ഒരു ജീവനാ വേണ്ടതെങ്കിൽ എന്റേതങ്ങ് കൊണ്ടുപോയിക്കോട്ടെ. എന്റെ ഒരു മകളെ ദൈവം തിരിച്ചെടുത്തു. ഇതുപോലെ ഹോസ്പിറ്റലിന് മുന്നിൽ കണ്ണീരുമായി ഞാനും എന്റെ പ്രഭയും എത്ര നാളുകൾ കഴിഞ്ഞു. ഒരു കരുണയും ഞങ്ങളോട് ഈശ്വരൻ കാണിച്ചില്ല. ഒരു കുഞ്ഞെ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി ഞങ്ങള് സമാധാനിച്ചു. പിന്നെ ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ മോള് ശ്രീകുട്ടിയായിരുന്നു. അവളുടെ ഒരു ഇഷ്ടത്തിനും ഞങ്ങൾ ഒരിക്കലും എതിര് നിന്നില്ല. ബാംഗ്ലൂരിൽ ഫ്രണ്ട്സിന്റെ കൂടെ പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോ അതിന് ഞാനും പ്രഭയും സമ്മതിച്ചു. ആ കാലത്തൊന്നും സമാധാനത്തോടെ ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവളുടെ വിവാഹമായിരുന്നു എന്റെ ഏറ്റവും വലിയ സ്വപ്നം. നമ്മുടെ ആഗ്രഹം സഫലമാകും. ഈ പരീക്ഷണം നമ്മൾ മറികടക്കും. കവിത, എന്റെ മോള് അവിടെ വന്നിരിക്കും. ഞാൻ ഓമനിച്ച് വളർത്തിയ എന്റെ ജീവന് എന്റെ പൊന്നു മോളെ ദൈവം പരീക്ഷിക്കുക. കവിത, പോലെ എനിക്കൊന്ന് കിടക്കണം. മുത്തച്ഛനെ അവന്റെ റൂമിലേക്ക് കൊണ്ടേ കിടത്ത്. എനിക്കൊന്നുമില്ല. പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. എടുത്തു. എനിക്കൊന്നുമില്ല. പേടിക്കണ്ട. അങ്കിൾ ഇവിടെ നിന്നാ മതി. ഞാൻ ഡോക്ടർ പോയിട്ട് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കവിതയും വല്യേച്ചി അങ്ങോട്ട് വന്നോ? അമ്മൂനെ അവിടെ ഞാനൊരുവിധം പിടിച്ചിരുത്തിയിരിക്കുമായിരുന്നു. വല്യേച്ചി വന്ന സങ്കടം മുഴുവൻ അമ്മൂനോട് തീർത്തു. അമ്മ, എന്നോട് ഇവിടുന്ന് പോവാൻ പറയല്ലേ അമ്മ. ഇവിടെ പോവാനെ മോളെ, അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നോ. അമ്മോ, ഇപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. രാജുവിന്റെ കൂടെ നീ വീട്ടിലേക്ക് പോണം. ഞാൻ പോവില്ല. ഇവിടെ എന്റെ അടുത്ത് ഇരിക്കട്ടെ മോനെ. അത് നടക്കില്ലമ്മേ. വലിയ പിച്ചിക്ക് അത് ഇഷ്ടമല്ല. അല്ല, ഇവിടെ ഇരുന്ന കാഞ്ചനയ്ക്ക് എന്താ കുഴപ്പം? എന്ത് പറയാനാ ചേച്ചി? അമ്മു ഹോസ്പിറ്റലിൽ നിൽക്കാൻ പാടില്ലെന്നാ വല്യേച്ചി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ വന്ന അമ്മൂനെ കണ്ട
ഒരു പുകില് തന്നെ ഉണ്ടാവും. ഇതാരുടെയും കുടുംബസ്വത്തൊന്നുമല്ല. ഇവിടെ നിന്ന് ഇഷ്ടമില്ലാത്തവരോട് പോകാൻ പറയാൻ ആർക്കും അധികാരമില്ല. അമ്മ ആരെയും പേടിച്ച് എങ്ങും പോകുന്നില്ല. അങ്കിള് വരും വരായി അറിയാതെ സംസാരിക്കരുത്. വല്യപ്പച്ചയുടെ മകളാ അകത്ത് കിടക്കുന്ന. ഇവിടെ ആര് നിൽക്കണം നിൽക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം വല്യപ്പച്ചയ്ക്ക്. അമ്മ എന്നോട് പോവാൻ പറയല്ലേ. അമ്മ ഇവിടെ ഒന്നല്ല, ഈ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാൻ പാടില്ല. റൂമിൽ വന്നല്ലേ വല്യപ്പച്ച കയർത്ത് നിന്നോട് പറഞ്ഞത്. ഇവിടെ വെച്ച് അമ്മൂനെ കണ്ട വല്യച്ച അടങ്ങി നിൽക്കില്ല. റൂമിൽ വെച്ചുണ്ടായതിനേക്കാൾ വലിയ പൊട്ടിത്തെറിയായിരിക്കും ഐസിയുവിന് മുന്നിൽ നടക്കാൻ പോകുന്ന. സഞ്ജു പറയുന്നത് അമ്മു അനുസരിക്കുക. ഐസിയുവിന് മുന്നിൽ ഒച്ചപ്പാടുണ്ടാക്കിയ ഇവിടെ ഒരാളെ പോലും ഇരിക്കാൻ അനുവദിച്ചൊന്നും വരില്ല. എല്ലാവരോടും പുറത്തു പോകാൻ പറയും. അവര് പറയുന്നത് സത്യം. വല്യേച്ചി പിടിവിട്ട് നിൽക്കുക. ഇനി നീ ഇവിടെ ഇരിക്കണ്ട അമ്മു. ഞാൻ അമ്മൂനെ കൊണ്ട് വീട്ടിലേക്ക് പോവാം. ചേച്ചി ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് ഇവിടെ വിട്ട് പോവാൻ പറ്റില്ല. മറ്റെവിടേക്കെങ്കിലും മാറിയിരുന്നോളാം. നീ എവിടെ മാറിയിരിക്കും നീ പറയുന്ന? ഇവിടെ ഇരുന്നിട്ടും സ്വാതി കയറി കാണാൻ ആർക്കും കഴിയില്ല. അമ്മോ, നീ കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നീ എഴുന്നേറ്റ് വാ മോളെ, ഞാൻ നിങ്ങളെ കൊണ്ടുവിടാം. സഞ്ജുവിന്റെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം. മോളിച്ചല്ലേ, കാഞ്ചനയ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് മോളിവിടെ നിൽക്കണ്ട. കാവേരിയുടെ ദിനേശന്റെയും കൂടെ നീ പൊയ്ക്കും. അമ്മ എഴുന്നേൽക്ക്. എന്റെ ചേച്ചി വിട്ട് ഞാൻ വരില്ല. എന്നെ പറഞ്ഞു വിടരുത്. അമ്മ മോളെ വാ വാ, ഇങ്ങ് വന്നല്ലേ മോളെ. മോള് നാളെ രാവിലെ വാ. അപ്പോഴേക്കും ശ്രീകുട്ടിയും കണ്ണു തുറക്കും. ഈ പെണ്ണു കുട്ടി ചെല്ല്. പൂജാമുറിയിലെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും. ചെല്ല് അമ്മ വാ വാ അമ്മ. ചെല്ല് മോളെ. നടക്കമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹായ് ഹായ്. വിശാല വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. പക്ഷേ പാർവതി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം പാർവതി കാണുമ്പോൾ അവൾ എവിടെയും പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നും. ജയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം ഇത്. അതുകൊണ്ടാ പാർവതിക്ക് വേണ്ടി ഞാൻ ഈ സാരി വാങ്ങിയത്. ആ ഇൻസിഡന്റിന് ശേഷം നമ്മൾ ഇപ്പോഴാ കാണുന്നല്ലേ. അങ്ങോട്ട് പോയല്ലേ സാർ. സാർ, അപകടമാണ്. അന്ന് നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് അകൽച്ചിലായിരുന്നു. ഇപ്പോ പാർവതിയും കൊണ്ട് വിശാല തന്നെ ഇവിടെ വന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണെന്നർത്ഥം. ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുക്കുന്നവരെയുള്ളൂ പിണക്കത്തിന്റെ ആയുസ്. ഈ സന്തോഷ സ്നേഹവും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആ കേറി വാ വാ. അരവിന്ദൻ സാറ്, എന്റെ ഗ്രാമത്തില് മരിച്ചുപോയ ആളുടെ ഇഷ്ട ഭക്ഷണമൊക്കെ ആണ്ടിന്റെ ദിവസം വിളമ്പാറുണ്ട്. ജയ്ക്ക്
ഇഷ്ടമുള്ള ആഹാരം എന്തായിരുന്നു എന്ന് പറഞ്ഞാ ഞാൻ ഉണ്ടാക്കി തരാം. സ്നേഹത്തോടെ നൽകുന്ന എന്തും എന്റെ അനിയത്തി കഴിക്കുമായിരുന്നു. സ്നേഹത്തിന് അവൾ വില കൽപ്പിച്ചിരുന്നു. പൂജ തുടങ്ങാം. തുടങ്ങാം. പാർവതി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജീവിച്ചിരുന്ന കാലത്ത് ഈ ജയയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. ഈ ആത്മാവിന് തെറ്റുപറ്റില്ല പാർവതി. പൂക്കളുടെ ഗന്ധം ജീവനെടുക്കും. നീ സൂക്ഷിക്കണം. ഇപ്പോഴും നിനക്ക് വിശ്വാസം ആയില്ലെങ്കിൽ ഈ മുറിയിലെ ഗന്ധം നീ നിന്റെ മൂക്കിലേക്ക് എടുക്ക. പൂക്കളുടെ മണമുണ്ടോ? ഉണ്ട്. ഈ മണമാണ് എന്റെ ജീവൻ എടുത്തത്. ഈ മണത്തിൽ നിന്ന് നീ ഓടി ഒളിക്കണം. ഇല്ലെങ്കിൽ എന്റെ ഗതി നിനക്കും വരും. ശ്വാസം മുട്ടുന്നു. ഈ മണം മൂക്കിലേക്ക് തുളച്ചു കയറുന്നു. ഇവരിതെവിടെ പോയി? പാർവതി, 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 പാറു, പാർവതി, 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 എന്തുപറ്റി? പാർവതി, എന്താ നിനക്ക് പറ്റിയത്? മണോ? മൂക്കിലേക്ക് തുളച്ചു കയറുന്ന ഒരു തരം മണം. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ മണം ഉള്ളിലേക്ക് കടന്ന് നെഞ്ചിൽ കൂടെ എരിയുന്ന പോലെ തോന്നി. നീ എന്തൊക്കെയായി പറയുന്നേ? പിച്ചും പേയും പറയാതെ എഴുന്നേറ്റ് വന്നേ. പാർവതി അങ്ങനെ പിച്ചും പേയും പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്തോ ഒരു സ്മെല്ലുണ്ട്. പാർവതി, തല കറങ്ങുന്നുണ്ടോ? സാരമില്ല, ഇപ്പൊ കുഴപ്പമില്ല. പൂജ കഴിഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും കഴിക്കാം. വേണ്ട, ഇവിടെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കട്ടെ ഞാൻ.
എഴുന്നേക്ക്. പതുക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമൃതേ, എന്താ ഇത്? അത് അമൃത ചോദിച്ചു കേട്ടില്ലേ? എന്താ ഇതെന്ന്? എന്റെ ഒരു കമ്മല് ഇവിടെ പോയി. കമ്മല് പോയതിന് വയലൊക്കെ നോക്കുന്ന എന്തിനാ? കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ പ്രമാണം. എടോ ശ്യാമേ, ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. എന്താ സർ? ഞാൻ കുറച്ചു മുമ്പാ ആ ന്യൂസ് അറിയുന്നത്. വിസ്മയ സി കേരളത്തിന്റെ സരിഗമ പയിൽ പാടുന്നുണ്ടെന്ന്. ആ, നമുക്കും പോണ്ടേ? താനെന്താ ഒന്നും പറയാത്തത്? നമുക്ക് ആ പ്രോഗ്രാം കാണാൻ പോവാം. എന്താടോ? ഞാനില്ല സർ. അതെന്താ? അതെന്താ ശ്യാമേ താൻ വരില്ല എന്ന് പറയുന്നത്? അല്ല, ഹലോ ശ്യാമേ, ആ സിനിമയിൽ വിസ്മയ പാടിയ പാട്ടിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് സി കേരളത്തിലാ, സരിഗമപായിലൂടെ. വലിയ പബ്ലിസിറ്റിയാ കൊടുക്കുന്നത്. ആ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നാളെ നമുക്ക് തമ്മിലൊന്ന് കാണണം. ആ ശരി. എന്താ ശ്യാമേ? ഒന്നുമില്ല സർ. അപ്പോ ഇനി ഒരു സംശയവും വേണ്ട, കാര്യങ്ങൾ അത് തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ശ്യാമേ, സർ, എന്താ തനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ? എനിക്കൊരു ടെൻഷനും ഇല്ല സർ. തനിക്ക് ഒരു ടെൻഷനും ഇല്ലേ? ഇല്ല. ഓ, അപ്പൊ എനിക്ക് തന്നോടുള്ള അമിത സ്നേഹം കാരണം തോന്നിയതായിരിക്കും. അല്ലെങ്കിൽ തന്നെ തന്റെ മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് പറ്റൂന്നൊക്കെ ഞാൻ വെറുതെ പൊങ്ങച്ചം പറയുന്നതാ. എനിക്കങ്ങനെ ഒരു മനഃശാസ്ത്രവും അറിയില്ല. സർ, ചില ഓഫീസ് സ്റ്റാഫുകളൊക്കെ എന്നോട് പറയാറുണ്ട് സാറിനെ നുണ പറഞ്ഞ് പറ്റിക്കാന്ന്. എന്നെ അങ്ങനെയൊന്നും പറ്റിക്കാനൊക്കില്ല. ഇത് കണ്ടോ? ഇതെന്താ സർ? ഇത് ഗിഫ്റ്റാ. ആർക്കാ? തനിക്ക് തന്നെ. ഇങ്ങ് തന്നോളൂ. ഇല്ല, ഇപ്പൊ തരില്ല. പിന്നെ നാളെ തരും.
നാളെ എപ്പോ? നാളെ നമ്മൾ ഒരുമിച്ച് സരിഗമ പായിൽ പോയി തിരികെ വരുമ്പോ ഈ ഗിഫ്റ്റ് ഞാൻ തന്റെ കയ്യിൽ തരും. നാളെ ഞാൻ ആ പ്രോഗ്രാമിന് വരുന്നില്ലല്ലോ. അതെന്ത് പരിപാടിയാടോ? ആ വിസ്മയോടുള്ള അസൂയ കൊണ്ടാണോ? എനിക്ക് ആരോടും ഒരു അസൂയ ഇല്ല സർ. പിന്നെന്താ താൻ പ്രോഗ്രാമിന് വരാത്തത്? അത് നാളെ എനിക്കിന്ന് എന്റെ വീട് വരെ പോണം. വളരെ അത്യാവശ്യം. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ താൻ വീട്ടിൽ പോയിക്കോ. എന്തായാലും ഈ ഗിഫ്റ്റ് എന്റെ കയ്യിലുണ്ടാവും. ഇത് മറ്റാർക്കും കൊടുക്കാനുള്ളതല്ല. എന്താ ശ്യാമേ? ഹലോ മാഡം, ആകെ കുഴപ്പമാവുന്ന തോന്നുന്നു. എന്താ, എന്തു പറ്റി? മാഡം, നാളെ അഖിൽ സാറും സരിഗമ പൈല് വരുമെന്നാ പറയുന്നത്. അതിനെന്താ, നീ വരുന്നില്ല എന്ന് പറയണം. എന്നിട്ട് എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇവിടെ എത്തിയാ പിന്നെ നിന്നെ ആരും തിരിച്ചറിയാതെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് ടെൻഷനുണ്ട്. ഒരു ടെൻഷന്റെ ആവശ്യമില്ല, ഞാനുണ്ട് കൂടെ. ശരി, നേരത്തെ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പൈസ കൊടുക്കാന്ന് നിർബന്ധിച്ചപ്പോ 5 പൈസ പോലും ഇവര് വാങ്ങിച്ചിട്ടില്ല. ഇവര് കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ എന്റെ പൈസ എന്റെ ഒരു ഭാഗം എടുത്തിട്ടാ ഈ ഒരുക്കങ്ങൾ അത്രയും സംഘടിപ്പിച്ച്. ഇവർക്കെന്താ തലയിലെടുത്തണ്ടാ നിങ്ങളെല്ലാം സന്തോഷിപ്പിക്കണമെന്ന്? നീ തിരിച്ചറിവുള്ളവനല്ലേ, ചിന്തിച്ച് തീരുമാനിക്കും. സുധേച്ചി പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞങ്ങളൊക്കെ പറയണോ? ഇവരൊക്കെ പറയുന്ന കേൾക്കുന്നില്ലേ ബാലു? ഇനി സമയം കളയണ്ട. അമ്മേ ഒന്ന് പിടിച്ചേ. ബാലു വാ മോനെ, വാ. എന്നാ പിന്നെ കേക്ക് കട്ടിയിട്ടാലോ? അതെ അതെ. ഹായ്. കേക്ക് കട്ട് ചെയ്യാൻ വരട്ടെ. ഇതെന്റെ 1 മിനിറ്റ്. ഈ സൂപ്പർ സുധാമണിക്ക് എന്നെ അറിയാമോന്നൊന്ന് നോക്കട്ടെ. മഹിമ ഡോക്ടർ മറന്നിട്ടില്ല. ഓ നൈസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മഹിമ, അപർണയുടെ ആന്റി. ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടി നടക്കുന്നു എന്നറിഞ്ഞ് ഞാൻ ക്ഷണിക്കാതെ തന്നെ ഇങ്ങ് വന്നതാ. ആന്റി US-ലാ, ന്യൂയോർക്കിലെ ലീഡിംഗ് ഡോക്ടറാ. അപ്പോ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനത്തിനും ആഘോഷത്തിലും പങ്കുകൊള്ളാനായി ക്ഷണിക്കുന്നു. ആദ്യം കേക്ക് കട്ടി.
ആഘോഷത്തിന്റെ ബ്രേക്ക് ടൈമിൽ കേക്ക് കട്ട് ചെയ്യാം. സത്യത്തിൽ ഞാൻ സുധാമണിയെ കാണാനും കൂടിയാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. മുൻപ് ഇവിടെ ഡോക്ടേഴ്സിന്റെ കോൺഫറൻസിൽ സുധാമണിയുടെ കൈപുണ്യം രുചിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ. സുധാമണിയുടെ മോനാണ് എന്റെ അപ്പുവിനെ വിവാഹം ചെയ്തതെന്നറിഞ്ഞ് ഞാൻ ഏറെ സന്തോഷിച്ചു. എനിക്കിവരുടെ വിവാഹത്തിന് വരാൻ പറ്റിയില്ല. ഇവർക്ക് ഒരു കുഞ്ഞു വിവാഹ സമ്മാനം കൊടുക്കാനും കൂടിയാ ഞാൻ ഇന്നിങ്ങോട്ട് വന്നത്. താങ്ക് യു. താങ്ക് യു. എന്നാ പിന്നെ ആഘോഷം തുടങ്ങിയാലോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ നീ ഇന്ന് കേബിൾ ഓഫീസ് പോയില്ലേ? മൂന്ന് വഴിയാ. ഉത്തമനിക്ക് ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. ഉത്തമനെ കാണാനേ ഇപ്പൊ എത്ര ആൾക്കാരെ തറവാട്ടിലേക്ക് വരണമെന്ന് അറിയോ? അപ്പുണ്ണി, നമ്മൾ പയറ് പോലെ നടക്കുമ്പോ നമ്മളെ കാണാൻ ആരും വരില്ല. ആരെങ്കിലും വരണമെങ്കിൽ എന്ത് ചെയ്യണം? കിടപ്പിലാവണം. അപ്പം വരികയും ചെയ്യും, കൂടെ ആപ്പിളും മുന്തിരി ഉണ്ടാവുകയും ചെയ്യും. അത് നീ പറഞ്ഞത് നേരാ. ഉത്തമ അവിടെ വെറുതെ ഇരുന്നപ്പോഴേ ഉത്തമനെ കാണാൻ ആരും വരില്ലായിരുന്നു. ഇപ്പൊ മരിക്കാൻ കിടക്കണമെന്ന് പറഞ്ഞപ്പോ എത്ര ആൾക്കാരാ വരണേ? മരിക്കാൻ കിടക്കുമ്പോന്നോ? ഇതേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോ പറയല്ലേ? അല്ലാതെ ഉറപ്പല്ലേ, പിന്നെ പറയണത് കുഴപ്പം? അതെ, എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. അപ്പുണ്ണി, വേണേൽ അധിക സമയമില്ലാത്ത ആളെന്ന് പറയാം. അപ്പൊ അധിക സമയമില്ലാത്ത ആളവിടെ ഇപ്പൊ വരും. മാമാ മാമാ വരച്ചല്ലോ. ആ ജമാല, നീലപ്പോ എല്ലാരും ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഉത്തമനിക്ക് ഒന്ന് കാണാൻ വരണ്ടെന്ന്, പക്ഷെ താല്പര്യമില്ല. അല്ല, സമയം കിട്ടാറില്ല. നിനക്ക് ഇപ്പോഴെങ്കിലും സമയം കിട്ടിയല്ല, അത് ഭാഗ്യം. ഞാൻ എന്തായാലും വന്ന കാര്യം നേരിട്ടങ്ങ് പറയാം. മുഖപൂരൊന്നുമില്ല. ഉത്തമനിക്ക് എന്തായാലും ചത്തുപോകല്ലോ. ചാകുന്നതിന്റെ മുന്നേ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. എന്താണാവോ? നമ്മളെ തമിഴ് സിനിമ കാണാൻ തുടങ്ങുന്ന ആ കാലം തൊട്ടേ ഉള്ള ഒരു മോഹമാണ്. ഉത്തമനിക്ക് ഓടിക്കുന്ന പോലത്തെ ഒരു സ്കൂട്ടർ എനിക്കും വാങ്ങിക്കണമെന്ന്. ഓ എന്റെ ദൈവമേ, നീ ഇതിന് അനുവാദം ചോദിക്കാനാ വന്നത്? ഇത് കേട്ടാ പറയുന്നത് എന്തൊക്കെ ഇവിടെ നടക്കണത്. അതിന് നീ വാങ്ങിക്കോ, ആ വണ്ടി ഇപ്പൊ ഇവിടെ കിട്ടുമല്ലോ. അല്ല, അനുവാദം ചോദിക്കാൻ വന്നല്ല. ഉത്തമനിക്ക് എന്തായാലും ചത്തുപോകല്ലോ. അപ്പൊ അതിന്റെ മുന്നേ ആ വണ്ടി എനിക്ക് തരികയാണെ ഞാൻ ഉത്തമനിക്ക് എന്റെ ഓർമ്മയ്ക്ക് നാട് മുഴുവൻ ഓടിച്ച് നടക്കും. ഓ അത് ശരി. അപ്പൊ മുത്തി ചത്ത് കട്ടിലൊഴിയാൻ നോക്കിയിരിക്കാ നീ വണ്ടി കൊണ്ടുപോകാനായിട്ട്? അതെ, ആ വണ്ടി തരാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കര സെന്റിമെന്റ്സ് ഉള്ള വണ്ടിയാ. ഈ വണ്ടി എനിക്ക് ഇവിടെ അപ്പ തന്നാണ്. ആദ്യം ഇവിടെ അപ്പന്റെ വണ്ടിയായിരുന്നു. ഉള്ളി മരിച്ചപ്പോ നേരെ അത് ഇവിടെ അപ്പന് കൊടുത്തു. അവളുടെ അപ്പം മരിച്ചപ്പോ നേരെ അത് എനിക്ക് തന്നു. അപ്പൊ ഉത്തമനിക്ക് മരിക്കുമ്പോ നേരെ എനിക്ക് തരുന്നു. നീ എന്റെ അനന്തരക്കാരനാണോ നിനക്ക് തരാൻ? അല്ല, വണ്ടിയൊന്നും തരാൻ പറ്റില്ല. ഉത്തമ അതങ്ങോട്ട് കൊടുത്തേക്ക്. നീ ഇപ്പൊ ചത്ത കഴിഞ്ഞാലും പരലോകത്തേക്ക് വണ്ടി കൊണ്ടൊന്നല്ലോ പോണത്. അതെ, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ചത്ത കാര്യം പറയണത്? നീ എന്നല്ലേ പറയണത്? ഒന്നോ രണ്ടോ വെള്ളിയാഴ്ചക്കപ്പുറം എന്തായാലും നിങ്ങൾ പോകാനുള്ള ചാൻസ് ഇല്ല. നിങ്ങൾ പോയി മുകളിലെത്തിയിട്ട് ആ വണ്ടിക്ക് തരണ വിചാരിച്ചാൽ നടക്കുവോ? മാമാവിടെ വണ്ടി തരൂല. മാമാവുക്ക് എന്തെങ്കിലും സംഭവിച്ച മാമാവിടെ ഓർമ്മിച്ച് എനിക്ക് ആ വണ്ടി വേണം. കേട്ടല്ല, ഇത് മരതകത്തിന്റെ ഇമോഷണൽ പ്രോപ്പർട്ടിയാ, അതുകൊണ്ട് വണ്ടി തരില്ല. ഞാനൊരു കാര്യം ചെയ്യാം, വണ്ടിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് മരതകാക്കി തരാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നോക്കാലോ. വണ്ടി തരമാട്ടെ. എന്ത് കഷ്ടാണ് പുണ്ണി. ഞാനൊരു കാര്യം പറയട്ടെ, ഇവ വെറുതെ ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾ തരാൻ ബുദ്ധിമുട്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഒറ്റ പൈസ 5000 രൂപ ഞാൻ അങ്ങ് തരും. ഞാൻ വാങ്ങും, പക്ഷെ വണ്ടി തരില്ല. വണ്ടിയുടെ 2 ടയർ തരാം. ടയർ കിട്ടിയിട്ട് എന്താ കാര്യം? ഞാൻ ഉരുട്ടി കളിക്കാനോ? നീ ഉരുട്ടി കളിക്കോ, ചപ്പാത്തി ഉണ്ടാക്കി തിന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തു. ഞാനൊരു കാര്യം ചെയ്യാം, 1000 രൂപ കൂട്ടി 6000 രൂപ തരാം. അപ്പുണ്ണി, ആ തൂമ്പയിൽ ചോര പറ്റണമെങ്കിൽ ഇവനെ വിളിച്ചോണ്ട് പോയേ. ജമാലെ നീ പോക്കോ, അവൻ ചത്ത് കഴിഞ്ഞിട്ടേ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്യാം. നിങ്ങൾ എന്തിനാണ് എപ്പോഴും ചാവണ കാര്യം പറയണത്? ജമാലെ നീ ചെല്ല്. 3 വെള്ളിയാഴ്ചക്കപ്പുറം പോവല്ലേ? ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞതാ വണ്ടിക്ക് കിട്ടും കേട്ടോ. അതെ, എല്ലാം പൊത്തിപ്പിടിച്ചിരുന്നോട്ടോ, പോകുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ. എന്റെ ദൈവം, ഇത് എന്താണ് ഇവിടെ നടക്കണത്? ഒരാള് ചാവാൻ പോണെന്ന് പറയുമ്പോ സങ്കടമല്ലേ വരേണ്ടത്? ഇതെല്ലാരും കൂടെ ഉത്സവമാക്കി എടുത്തേക്കേ. അതെ, അപ്പുണ്ണിയെ തൂമ്പയും കൊണ്ടുപോണതേ എന്നെ കുഴിച്ചും കൂടെ നേരത്തെ തന്നെ കുഴിവെട്ടാൻ വേണ്ടിയാന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും ആയിരിക്കും മാമ. അയ്യോ, ഇനിയിപ്പോ ഈ 3 വെള്ളിയാഴ്ച കൊണ്ട് ഞാൻ ചത്തില്ല, ഇവൻ എന്നെ ജീവനോട് അതിലിട്ട് മൂടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.